നമസ്തേ. ബോധമണ്ഡല വികാസമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ബോധമണ്ഡല വികാസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളുടെ പെരുമാറ്റങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഈ 3 തലങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ബോധമണ്ഡല വികാസത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാനായിട്ട് സഹായിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചേരുന്ന സമയത്ത്, അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത്, സ്വായത്തമാക്കുന്ന സമയത്താണ് നമ്മളൊരു എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ് ഉള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളങ്ങൾ, മാറ്റങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബോധമണ്ഡല വികാസം പ്രാപിക്കുക എന്നുള്ള അവസ്ഥ ഒരു സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുമെന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ബോധമണ്ഡല വികാസം അല്ലെങ്കിൽ ഈ ഒരു എൻലൈറ്റൻമെന്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ നേടേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളും, അത് ഭൗതികമായാലും അല്ലാത്തതായാലും, നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നുള്ളത് ഓരോന്നായിട്ട്. നിങ്ങൾ വിലയിരുത്തുക, ഇത് എൻ്റെ ജീവിതത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ എന്തെന്ത് മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ മഹത് വ്യക്തിത്വങ്ങളിൽ, ലെജൻഡറി പേഴ്സണാലിറ്റീസിൽ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടോ എന്നുള്ളതും നിങ്ങളുടെ കണ്ടെത്തലുകളും അനുഭവങ്ങളും പങ്കുവെക്കാനായിട്ടും ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീപ്പിൾ പ്ലേസർ ആകുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ള ആളുകളെ സുഖിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക. ഹയർ ലെവൽ അതോറിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, നാട്ടുകാരായിരിക്കാം, സമൂഹമായിരിക്കാം. ഇവരെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അവരൊക്കെ ആയിരിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ചുരുങ്ങും, അഥവാ സമൂഹം നിങ്ങളെക്കുറിച്ച് നിഷ്കർഷിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകും എന്നുള്ളതാണ്. ഒരു പീപ്പിൾ പ്ലീസർ ആകുന്ന സമയത്ത് അവനവന്റെ ഹെൽത്തിനെ ശ്രദ്ധിക്കാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും, ഇതിൽ ഏതെങ്കിലും ഒന്ന് തകർന്നാൽ തന്നെ അത് മറ്റതിനെയും ബാധിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും മനസ്സ് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. മാനസികമായിട്ട് നമ്മുടെ സെൽഫ് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും. ബിക്കോസ് ഓൾവേസ് മറ്റുള്ളവരെ സുഖിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനുമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ആകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാസീവ് അഗ്രഷനാണ്. അതായത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന സമയത്ത് താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടായാലും ആത്യന്തികമായിട്ട് അതൊരു ഫ്രസ്ട്രേറ്റഡ് സ്റ്റേജ് തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്നുണ്ടാകുന്ന ദേഷ്യങ്ങളും വിഷമങ്ങളും ഒക്കെ പാസീവ് അഗ്രഷന്റെ രൂപത്തിൽ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സദാസമയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ആവശ്യങ്ങൾ ഇവിടെ കൈവിട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. കാരണം എപ്പോഴും മുകളിൽ ഒരുത്തൻ, താഴെയാണ് ഞാൻ എന്നുള്ള ചിന്ത എപ്പോഴും ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരികയും ചെയ്യും. ഇവർക്ക് നോ പറയാനുള്ള കഴിവ് ക്രമേണ നഷ്ടപ്പെടുകയും, അല്ലെങ്കിൽ യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും പറയേണ്ടതുപോലെ പറയാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ സെൽഫ് ഡൗട്ട്, അതായത് സ്വയം സംശയിക്കപ്പെടുകയാണ്. യാതൊരു കാര്യങ്ങളിലും മുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു ഡയറക്ഷൻ കിട്ടിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതുപോലത്തെ അവസ്ഥ വരികയും എക്സ്ഹോസ്റ്റഡ് ആവുകയും ചെയ്യുകയാണ്. സ്വന്തം റീചാർജ് ചെയ്യാൻ പോലും അവർക്ക് സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു ചിന്തയിൽ തന്നെ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ, സൊസൈറ്റി എന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ, മേലധികാരി എന്നെ വെറുക്കുമോ, ഈ ചിന്ത കൊണ്ട് തന്നെ എപ്പോഴും ഒരു ആൻഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ആകുലപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവരെ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദേ കനോട്ട് ബി ഒതന്റിക് ആൻഡ് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് അവസാനം എത്തിച്ചേരുക എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ പ്ലീസ് യുവർ സെൽഫ്, നമ്മളെ തന്നെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇഫ് യു ആർ പ്ലീസിങ് യുവർ സെൽഫ്, നമ്മളെ തന്നെ പ്ലീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബെനഫിറ്റ്സ് നമുക്ക് തന്നെ ഉണ്ടാകണം. നമ്മുടെ മെന്റൽ ഹെൽത്ത്, വെൽബീയിങ് അതൊക്കെ എൻഹാൻസ്ഡ് ആവുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളിലേക്ക് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അട്രാക്റ്റഡ് ആയിട്ട് എത്തുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പീപ്പിൾ പ്ലേസിങ് എന്ന് പറയുന്നത് അവസാനിപ്പിച്ച് സ്വയം ശക്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്സിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എലമെന്റ് ആണ്.
കാരണം നമ്മളുടെ കാരണ ശരീരം അല്ലെങ്കിൽ ആത്മാവ് ഇതിനൊക്കെ നിലനിൽക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും വേണ്ട ഊർജം എന്ന് പറയുന്നത് ആനന്ദമയ കോശത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ്. ദിസ് ബ്ലിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരെന്ന് പറയുമ്പം എവിടെയോ കിടക്കുന്ന ആളുകളല്ല, നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ തന്നെ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, നിങ്ങളുടെ സഹപ്രവർത്തകരായിരിക്കാം, നിങ്ങളുടെ അയൽപ്പക്കക്കാരായിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം. ഇവിടെ ഒരു നീഡ് ഉണ്ട്. ഞാനിവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അവിടെ കൃത്യമായിട്ടൊരു നന്മ വരുന്ന 100% ഉറപ്പുള്ള സമയത്ത് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ അവിടേക്ക് വിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് ഉപദേശം കൊടുക്കുക, അവരുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായാലും നിങ്ങളുടെ ചുറ്റിനുള്ളവരായാലും സഹപ്രവർത്തകരായാലും ഒക്കെ ഇത് മജോറിറ്റി ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടേതായ ഒരു റോൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളെ അവിടേക്ക് ഡയറക്റ്റ് ചെയ്യും, നിങ്ങളെ വിളിക്കപ്പെടും എന്നുള്ളതാണ്. ഈ വിളി സൈൻ നമുക്ക് അടയാളത്തിനെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം. ഇത് എക്സ്പാൻഡ് കോൺഷ്യസ്നസ് ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ മഹത് വ്യക്തിത്വങ്ങളായിരിക്കുന്ന ആളുകളൊക്കെ ഈവൻ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് തന്നെ പോകണമെന്നില്ല. നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിട്ട് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഓരോ വ്യക്തികളും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഇടപെടുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ നീഡ് ശക്തമായിട്ട് നിങ്ങൾ അവിടേക്ക് വിളിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടേക്ക് ഇടപെടേണ്ടതായിട്ടുള്ളൂ. ആവശ്യമില്ലാതെ ചെന്ന് കയറി ഇടപെടുന്ന ആളുകൾ അവസാനം പുറത്താകുമെന്നുള്ളതിൽ സംശയമില്ല. ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. കാരണം പ്രപഞ്ചത്തിനൊരു പദ്ധതിയുണ്ട്, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ അൺഫോൾഡ് ആകും. അതിന്റെ ഇടയിൽ കയറിയിട്ട് നമ്മളുടെ എനർജി അവിടേക്ക് ഇൻപുട്ട് ചെയ്തൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നവരാണ് എക്സ്പാൻഡ് കോൺഷ്യസ്നസ് ഉള്ളവർ. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു ഇഫ് യു വാണ്ട് ടു വാക്ക് ത്രൂ ദ പാത്ത് ഓഫ് എക്സ്പാൻഡ് കോൺഷ്യസ്നസ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വന്ന വഴിയിൽ സഹായിച്ച ആൾക്കാരെ ഓർമ്മയില്ല. ചില ആളുകളുണ്ട് അങ്ങനെ. അതായത് പണ്ട് കാലത്ത് അവർ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ ഒക്കെ അവരെ വളരെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻസിൽ സഹായിക്കുകയും അവരാക്കാനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തതുമായിട്ടുള്ള വ്യക്തികൾ ആ സമയത്തെക്കാളും ഇവർ ചിലപ്പം ആ സഹായിച്ച ആളുകളെക്കാളും ഉയർന്ന അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അവരെ അങ്ങ് മറന്നു പോവുകയാണ്, ഓർമ്മ കിട്ടുന്നില്ല. ഈ ഓർമ്മയില്ലാത്ത അവസ്ഥ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം എക്സ്പാൻഡ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓർമ്മയ്ക്കും പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുകയും കൃതജ്ഞതയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടതുമായിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ട ഡ്യൂ റെസ്പെക്റ്റ് നമ്മൾ അവരെ കാണുന്ന സമയത്ത് നമ്മൾ അവർക്ക് നൽകുകയും വേണം. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവരെ ഓടിച്ചെന്ന് അവരുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ റെസ്പെക്റ്റും നന്ദിയും നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു കാണിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആഴത്തിലുള്ളതായിരിക്കും, ആൻഡ് അത് കർമ്മത്തിലേക്ക് ഭവിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് എക്സ്പാൻഡ് കോൺഷ്യസ്നസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, വാട്ട് ഗോസ് റോങ്, നമ്മളിൽ തന്നെയും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ളവരിലും എന്താണോ തെറ്റായിട്ട് പോകുന്നത്, അവർ ചെയ്യുന്ന തെറ്റുകൾ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഈ തെറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ശരികൾ 1000 അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് നമ്മളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്യാതെ, ഈ തെറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുകയും പിന്നീട് ആ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നേർവഴിക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മളോട് നീതി കാണിക്കുകയാണ്. വി ആർ അക്സെപ്റ്റിംഗ് അവർ സെൽഫ്സ്. നമുക്ക് ഈ പിറ്റ്ഫാൾസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു കുറവുണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കതിനെ മറികടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഈ റോങ് പാത്തിൽ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമുക്ക് പോസിറ്റീവായിട്ട് 1000കണക്കിന് കാര്യങ്ങൾ നമ്മളുടെ ചുറ്റിനുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലായിരിക്കും നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആദ്യം നമ്മളിൽ തന്നെ ഈ പറയുന്ന റോങ് പാത്തിനെ നമ്മൾ മാറ്റിയിട്ട് പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിലും ഈ പറയുന്ന അവരുടെ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന തെറ്റുകളിൽ ഫോക്കസ് ചെയ്യാതെ അവർ ചെയ്യുന്ന 100 കണക്കിനോ 1000 കണക്കിനോ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ബ്രിങ്സ് പോസിറ്റിവിറ്റി ഇൻ ടു അവർ ലൈഫ് ആൻഡ് ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും പോസിറ്റിവിറ്റിയും വെളിച്ചവും കൊണ്ടുവന്ന് നിറയ്ക്കും എന്നുള്ളതാണ്. സോ ഇത് എക്സ്പാൻഡ് കോൺഷ്യസ്നെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ ഒരു ട്രൈറ്റ് ഉള്ളവർക്ക് എക്സ്പാൻഡ് കോൺഷ്യസ്നെസ്സിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ആക്വയർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുമില്ല ബോധമണ്ഡലത്തിന്റെയും ജ്ഞാനോദയത്തിന്റെയും പാതയിലൂടെ. അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്
കംപ്ലീറ്റ് ആകാത്ത പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചിത്രങ്ങളും അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള വർക്കുകളും തത്വശാസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇത്രയും പ്രൊജക്റ്റ് ഉള്ള അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഐഡിയാസ് എപ്പോഴും അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെവലേഷൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കുണ്ടലിനി അറൈസിംഗ് ഒക്കെ സാധ്യമാകുന്ന സമയത്ത്, തേർഡ് ഐ ഓപ്പണിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത്, ഈ എൻലൈറ്റൻമെന്റിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെവലേഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമ്മളിൽ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത്. ഒരുപാട് തോട്ട്സ് നമുക്ക് വരും, ആശയങ്ങൾ വരും. അത് പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ മാനസികമായിട്ടോ ആത്മീയമായിട്ടോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന് ഇതെല്ലാം ഓർത്തു വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവർക്കും എല്ലാം ഓർത്തു വെക്കാൻ എന്തായാലും സാധിക്കില്ല. എത്ര മെമ്മറി ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ എഴുതുക എന്നുള്ളതാണ്. ഡാവിഞ്ചിക്ക് ജേണൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് പറ്റും, അവർ ജേണൽ സൂക്ഷിച്ചു വെക്കും. അതായത് ചെറിയൊരു ബുക്ക്, ഒരു ചെറിയൊരു പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുന്നതോ ബാഗിൽ സൂക്ഷിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചെറിയ ബുക്ക്, ഡിജിറ്റൽ മീഡിയ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ ബുക്ക്, ഫിസിക്കൽ ആയിട്ടുള്ള ഹാർഡ് കോപ്പിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിൽ നമ്മൾക്ക് വരുന്ന ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് കുറിച്ച് വെക്കുന്നു. ഇപ്പൊ ഈ ഡയറി എഴുതുന്നതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിന്ന് അധ്യാപകരൊക്കെ പരിശീലനം കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ജേണൽ എഴുതുന്നതിന് ആരും പരിശീലനം കൊടുക്കാറില്ല. ജീനിയസുകളുടെ ഒക്കെ ഒരു ബേസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ജേണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് യുവർ ഡയറി, അല്ലെങ്കിൽ നിങ്ങൾ ഡയറി എഴുതുന്നത് അത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആശയങ്ങളും കാര്യങ്ങളും എഴുതാനായിട്ട് തീർച്ചയായിട്ടും ഒരു ബുക്ക് മാറ്റി വെക്കണമെന്നുള്ളതാണ്. കാരണം ഇത് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളിലേക്ക് നിങ്ങളുടെ ആത്മാവ് തരുന്ന ഇൻസൈറ്റ്സ് ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ എടുത്ത് യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താനും ഒക്കെ ഇത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. സോ ജേണൽ റൈറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പാത്ത് ഓഫ് എക്സ്പാൻഡഡ് കോൺഷ്യസ്നസ് ജേർണി, അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റിലേക്ക് പോകുന്ന സമയത്ത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐഡിയാസ് പോപ്പപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അത് നമുക്ക് എപ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. സോ അതിനൊരു സമയമുണ്ട്. ചിലപ്പോൾ ഈ ഐഡിയാസ് വന്ന് നമ്മുടെ ലോജിക് ബ്രെയിനിന് ചിന്തിക്കാനും നമ്മുടെ അബോധ തലങ്ങളിലൂടെ വീണ്ടും അത് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സമയമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. സോ ഇത് എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലെജൻഡ്സ് അല്ലെങ്കിൽ വളരെ ഉന്നതങ്ങളിലെത്തിയ വ്യക്തിത്വങ്ങളെ പല ആളുകളും അസൂയയോടെ നോക്കിക്കാണാറുണ്ട്, ആരാധനയോടെ നോക്കിക്കാണാറുണ്ട്. അല്ലെങ്കിൽ ഇവരെ പോലെ ഒന്നും നമുക്കാകാൻ പറ്റില്ല, ഇവർക്കൊക്കെ എക്സ്ട്രാ എന്തോ ഒരു കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഇതുപോലത്തെ അവസ്ഥയിലേക്ക് വരാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇവരുടെ ജീവിതങ്ങൾ നമ്മൾ നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അവര് എവല്യൂഷന്റെ സ്റ്റേജിൽ എന്ന് തന്നെ ഞാൻ പറയും, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് കോൺഷ്യസ്നസ്, സ്പിരിച്വൽ എവല്യൂഷൻ, എൻലൈറ്റൻമെന്റിന്റെ ഒക്കെ ട്രാക്കിൽ പോകുന്ന സമയത്ത് സാധാരണ വ്യക്തികളെക്കാളും ഒരു പടി മുന്നിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ മഹത് വ്യക്തികൾ എല്ലാവരും എൻലൈറ്റൻമെന്റ് കിട്ടിയവരാണെന്നല്ല പറയുന്നത്. മഹത് വ്യക്തിത്വങ്ങളിൽ അവർ ഓരോരുത്തരും പലരും എൻലൈറ്റൻമെന്റിന്റെ പല പടികളിലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഈ എൻലൈറ്റൻമെന്റിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് മുൻപൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സോ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ലേൺ ഫ്രം ദാറ്റ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിക്കുക. അവരുടെ ജീവിതത്തിൽ അവർ കൈക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഒരുവൻ ചാത്തൻ സേവ ചെയ്യുകയും അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, വിജയത്തിനെ ആകർഷിച്ചെടുക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താൽക്കാലികമായിരിക്കും, അതിനുശേഷം താഴേക്ക് പതിക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. സോ അത് എടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താണെന്നുള്ള വഴികൾ പലർക്കും പലതാണ് എങ്കിലും നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടാനായിട്ട് ഇത്തരത്തിൽ നമ്മൾക്ക് മുന്നേ സഞ്ചരിക്കുന്ന ആൾക്കാർ അവരിൽ നിന്ന് നോക്കി പഠിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് എൻലൈറ്റൻമെന്റിന്റെ പാതയിലേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൺസ്യൂമിങ് വേഴ്സസ് പ്രൊഡ്യൂസിങ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺസ്യൂമിങ് വേഴ്സസ് ക്രിയേറ്റിംഗ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ വരുന്ന നമ്മൾ ഉപയോഗിക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ ഒരുപാട് മേടിക്കുന്നു. ഏറ്റവും വലിയ കൺസ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളവും ഇന്ത്യയും ഒക്കെ. അപ്പം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്, നമ്മൾ മറ്റുള്ളവർ ഉണ്ടാക്കിയത് നമ്മൾ മേടിക്കുന്നു. പക്ഷെ നമ്മളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഭയം നിമിത്തം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവർ ചെയ്ത ആർട്ട് വർക്കുകൾ നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു, തെറ്റല്ല. പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഒരെണ്ണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് അത് തെറ്റായിട്ട് വരുന്നത്. നമ്മൾ സിനിമ കാണുന്നു, വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് രീതിയിലുള്ള ആർട്ട് വർക്ക്, ലേഖനങ്ങൾ വായിക്കുന്നു, എന്ത് തന്നെ ആയിക്കോട്ടെ, ആർട്ട് വർക്കിനപ്പുറത്തേക്ക് ബിസിനസ്സുകൾ ആയിക്കോട്ടെ, ആർ യു പ്രൊഡ്യൂസിങ്, ആർ യു എ കൺസ്യൂമർ ഓർ എ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൃഷ്ടി
സൃഷ്ടികർമ്മത്തിൽ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഹീലിംഗ് ആകുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. സോ ആർ യു ഏബിൾ ടു ക്രിയേറ്റ് എന്നുള്ളത് ഈസ് എ ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് ഓഫ് കൺസ്യൂമിങ് ആകുന്നതിന് പകരം ബി എ ക്രിയേറ്റർ. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നുള്ള ചൊല്ല എല്ലാവരും കേട്ടിട്ടുണ്ട്. വലിയ വിജയങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ വലിയ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ ഫലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, എത്ര കാലം എടുത്താലാണ് ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുക എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല എന്ന് പലരും പറയുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുവാനായിട്ട് ഈ പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അതൊരു ഒറ്റയടിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഇന്ന് ഞാൻ തിരക്കഥ എഴുതി നാളെ സിനിമ പിടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഐഡിയ കണ്ടെത്തി ബിസിനസ് ഇറക്കി 1 മാസം കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ലാഭം എടുത്ത് കീശയിലിടുന്നു. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ മെല്ലെ മെല്ലെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നുള്ള ചൊല്ലിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഡു ബിഗ് തിങ്സ്. ഗ്രേറ്റ് വർക്ക് ഈസ് വെയിറ്റിംഗ് ഫോർ യു. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും യു ഷുഡ് ബി ഏബിൾ ടു എൻജോയ് ദാറ്റ്. അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങൾക്കത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. അത് നിങ്ങൾ സംബഡി എൽസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, ഓർ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കർമ്മമാണെങ്കിൽ, എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള യൂണിവേഴ്സ് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് രാത്രി പണിയെടുത്താലും പകല് മുഴുവൻ പണിയെടുത്താലും അഹോരാത്രം പണിയെടുത്താലും നിങ്ങളുടെ മനസ്സിനോ ശരീരത്തിനോ പ്രശ്നം ഉണ്ടാകില്ല. നിങ്ങളുടെ അല്ലാത്ത രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന സമയത്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും തളർച്ചയും മടുപ്പും അതുപോലെ തന്നെ വളർച്ചയില്ലാത്തതായിട്ടുള്ള ഫീലിങ്ങും പരാജയമായിട്ടുള്ള ഫീലിങ്ങും അല്ലെങ്കിൽ ജീവിതം സ്റ്റക്കായിട്ട് പോയ അവസ്ഥയും ബോറടിയും ഒക്കെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലേക്ക് നിങ്ങളെ തന്നെ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ട്രാക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ കണ്ടെത്തി പാഷനേറ്റ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളത് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മൾക്ക് തോന്നുന്നത്. പണ്ടൊരു എഴുത്തുകാരൻ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ്. സോ അയാൾ ആ വർക്കിനെ അത്ര ഇഷ്ടപ്പെടുന്നു. ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കവികളെ നമുക്കറിയാം. എത്രത്തോളം കവിതകളാണ് അവർ എഴുതി വിട്ടിരിക്കുന്നത്, വളരെ ലോകം മുഴുവൻ പോപ്പുലർ ആയിരിക്കുന്നത്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? സോ അവരവരുടെ വഴി കണ്ടെത്തി എന്നുള്ളതാണ്. നമുക്ക് എന്തു ബലഹീനതകളും എന്ത് കുറവുകളും എന്ത് രോഗങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ പാത്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്കത് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബട്ട് നമ്മുടെ പാത്ത് ഏതാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തിയിരിക്കണം. നെക്സ്റ്റ് തിങ് ഈസ് കോൺഫ്ലിക്റ്റ്. തർക്കങ്ങളാണ്, അടിപിടികളാണ്. ഇതെന്ന് പറയുന്നത് വിഡ്ഢികളുടെ കുത്തകയാണ്. മറ്റുള്ളവരെ അടിക്കുക അല്ലെങ്കിൽ കലഹമുണ്ടാക്കുക അല്ലെങ്കിൽ അഗ്രഷനിൽ കൂടെ കാര്യത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് ഏത് വലിയ രാഷ്ട്രത്തലവൻ ചെയ്താലും ഏത് സാധാരണക്കാരൻ ചെയ്താലും നമുക്ക് അവരെ വിഡ്ഢിയുടെ കൂട്ടത്തിലേക്ക് പെടുത്താനായിട്ട് സാധിക്കും. കാരണം ഇത് വിഡ്ഢികളുടെ കുത്തകയാണ്. ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ഒരു കലഹമുണ്ടാകുന്ന സമയത്ത് അവൻ അതിനെ എതിർത്ത് പുഷ്പം പോലെ ജയിക്കാൻ പറ്റുമെങ്കിലും അവൻ ആ കോൺഫ്ലിക്റ്റിനെ ഒഴിവാക്കുന്നു എന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ യുദ്ധത്തിന്റെ കാര്യത്തിലേക്ക് നോക്കുക, അത് ഇൻഡിവിജ്വൽസ് തമ്മിലായാലും രാഷ്ട്രങ്ങൾ തമ്മിലായാലും നോക്കുക. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് നിരപരാധികളുടെ രക്തമാണ് അവിടെ ചിന്തപ്പെടുന്നത്. എന്നാൽ അതുകൊണ്ട് ഈ 2 രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ല, നഷ്ടമാണ് ഉണ്ടാകുന്നത്. പോസ്റ്റ് വാർ കൺസ്ട്രക്ഷൻ ഈ 2 രാജ്യങ്ങളിലും ആവശ്യമായിട്ട് വരികയാണ്. സോ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ചോര കുടിക്കാമെന്ന കുറുക്കന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ 2 കൂട്ടിയിടിക്കുന്ന ആൾക്കാർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. സോ ഈ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ നോക്കി അപഹാസ്യത്തോടെ ചിരിക്കാനുള്ള ഒരു മാർഗമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ദേഷ്യത്താൽ ചെയ്യുന്നത് എന്തും നാണത്തിൽ അവസാനിക്കുമെന്നാണ് പറയുന്നത്. സോ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ when you are walking through the path of expanded consciousness to enlightenment. ഒരുത്തന് നല്ല നിലയിൽ എത്തണമെന്നുണ്ട്, പക്ഷെ അവന്റെ പരിപാടി എന്ന് പറയുന്നത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഹീസ് വെയിറ്റിംഗ് ഫോർ ലക്ക്. എന്നാൽ ലോട്ടറി അടിക്കുന്നതാകട്ടെ വേറെ ആർക്കാണ്ടൊക്കെയാണ്. ഇവന് ഇത്ര കൊല്ലമായിട്ടും ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് നമ്മൾ ഏത് സമയത്തും ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് പ്രവൃത്തി ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് യു ആർ വെയിറ്റിംഗ് ഫോർ ബിഗ് തിങ്സ് ടു ഹാപ്പൻ, വിൽ നോട്ട് ഹാപ്പൻ. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ
സംഭവിച്ചു കാണണമെന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളതാണ്. സോ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ് നിങ്ങളുടെ കോൺഷ്യസ്നെസ് ഒരു പടി കൂടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാമെങ്കിൽ, നിങ്ങളുടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ, സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിൽ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാതെ ആക്ട് ചെയ്യുക. ഒരുപാട് കാലം നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും, മനസ്സിലിട്ട് കറക്കേണ്ടി വരും. മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക്, ആകാശ റെക്കോർഡ്സിലേക്ക് ആക്സസ് കിട്ടേണ്ടത് വരും. ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും തോട്ട് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പം ചില ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തോട്ട് ഇല്ലാത്തയുള്ള അവസ്ഥയാണല്ലോ എൻലൈറ്റൻമെന്റിലേക്ക് പോകാനായിട്ട് പറയുന്നത് എന്നുള്ളത്. ബട്ട് ഞാൻ പറയുന്ന തോട്ട് എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ചിന്തകളാണ്. ഈ തോട്ടുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അബോധ തലങ്ങളിലേക്ക് ചിന്തകൾ കൊടുക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാതെ വരുന്ന സമയത്ത്, നിങ്ങൾ ആ സമയത്താണ് തോട്ട്ലെസ് ആവേണ്ടത്. അതായത് ആവശ്യത്തിന് വളമിട്ടു, എപ്പോഴും വളമിട്ടുകൊണ്ട് ഇടുന്നു കഴിഞ്ഞാൽ ചെടി വളരുമോ? ഇല്ല. നമ്മൾ ആ ചെടിക്ക് വളമിട്ടിട്ട് അതിന് വളരാനുള്ള ഒരു സമയം കൊടുക്കണം. അതാണ് ഞാൻ പറയുന്ന റിലാക്സിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കുറച്ചു നേരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അങ്ങനെ ആകുന്ന സമയത്ത്, ഈ ഇൻക്യുബേഷൻ കഴിയുന്ന സമയത്ത്, ഈ വിത്ത്, ആശയമാകുന്ന വിത്ത് മുളച്ചു വരും. പിന്നെ അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കണം, വളമിടണം, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അത് വീണ്ടും നമുക്ക് അവിടെ തോട്ട്സ് ആവശ്യമാണ്. ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ഓർഗനൈസ്ഡ് ആക്കുന്ന സമയത്ത് നമുക്ക് തോട്ട് ആവശ്യമാണ്. അപ്പൊ ഈ ചിന്തകൾ എന്ന് പറയുന്നത് നിയന്ത്രിക്കണം. ചിന്തകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കടിഞ്ഞാളില്ലാത്ത കുതിരയെ പോലെയാണ്. ചിന്തകളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇത്രയും ശക്തമായിട്ടുള്ള കാര്യം വേറെ ഇല്ലതാനും. കാരണം യുവർ തോട്ട്സ് ആർ എനർജീസ്. അതുകൊണ്ട് അതിനെ സൂക്ഷിച്ചുപയോഗിക്കുക. ദേ ഹാവ് എ വൈബ്രേഷൻ ആൻഡ് ദാറ്റ് വിൽ മേക്ക് സെൻസ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ പല തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നിങ്ങളുടെ ഒരു സിംഗിൾ തോട്ടിന് ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, സാധാരണക്കാരിൽ നിന്ന് ഉപദേശം എടുക്കാതിരിക്കുക. സാധാരണക്കാരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യത്തിൽ മാസ്റ്ററി പ്രാപിച്ചിട്ടുള്ള ഏതൊരുവനും സാധാരണക്കാരനല്ല. അവന് മാസ്റ്ററി ഉള്ള മേഖലയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക. നിങ്ങളെക്കാളും 10 പടി മുകളിലുള്ളവനിൽ നിന്നല്ലാതെ നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാരൻ ഓർ കോമൺ മാൻ നിങ്ങളെ ഉപദേശിച്ചൊരു വഴിക്കാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോമൺ മാന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ബിക്കം എ കോമൺ മാൻ. നിങ്ങൾക്കൊരു കോമൺ മാൻ ആയിട്ട് തന്നെയാണോ ഇരിക്കേണ്ടത്? നോ, നമുക്ക് കോമൺ മാൻ ആയിട്ടല്ല ഇരിക്കേണ്ടത്. സോ മുകളിലേക്ക് നോക്കുക, ഉന്നത നിലവാരത്തിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ കൺഫോമിറ്റി, സൊസൈറ്റിയുടെ ആ ഒരു കൺഫോമിറ്റി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യലി കൺഫോമിംഗ് ആയിട്ടുള്ള ബിഹേവിയറിൽ നമ്മൾ ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ്. സൊസൈറ്റിക്ക് അടിമയായിട്ട് ജീവിക്കാനുള്ള ഉപദേശങ്ങളാണ് സൊസൈറ്റിയുടെ അടിമയായിട്ടുള്ള സാധാരണക്കാരനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് തള്ളിക്കളയുക. അതിനു പകരം അസാധാരണത്വത്തിലേക്ക് വളരാനുള്ള ഗുരുവചനങ്ങൾ സ്വീകരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഗുരു പുറത്തു നിന്നുള്ള ഒരു ഗുരുവായിരിക്കാം. ബട്ട് നിങ്ങളുടെ ഉള്ളിലെ ഗുരുവിനെ കണ്ടെത്താൻ ഒരു പക്ഷേ അവർ സഹായിച്ചെന്ന് വരാം. സഹായിച്ചാലും ഇല്ലെങ്കിലും ആത്യന്തികമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഗുരുവിനെ കണ്ടെത്തിക്കൊണ്ട് അവിടെ നിന്നുള്ള ഇൻറ്റ്യൂഷൻസ് ശ്രവിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ്, മൈ ഹയർ സെൽഫ് ഈസ് മൈ ഗുരു എന്നുള്ളത്, ആൻഡ് ഗോഡ് ഈസ് മൈ ഗുരു എന്നുള്ളത്. സോ ഈ ഗുരു സദാസമയം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാനും ഈ ആത്യന്തികമായിട്ട് ഈ എനർജി എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന എനർജി എന്ന് പറയുന്നത് സാധാരണ മതങ്ങൾ പറയുന്ന ഹ്യൂമൻ പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള ഗോഡ് അല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ആൻ എനർജി. ആ എനർജിക്ക് മനുഷ്യന്റെ ബുദ്ധി ഇല്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് ആ എനർജി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബ്രെയിനിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയുടെ ബിയോണ്ട് ആയിട്ടുള്ള പവർ സംക്ഷിപ്തമായിട്ടിരിക്കുന്ന ഒരു എനർജി സോഴ്സ് ആണ്. ഈ എനർജി സോഴ്സ് ആണ് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചതും സകലതിനെയും നിയന്ത്രിക്കുന്നതും. ഇനി ഭാവിയിൽ ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ എവരിത്തിങ്, എല്ലാത്തിനും ആധാരമായിട്ടുള്ള എനർജി എന്നുള്ളതാണ്. ഈ എനർജി ഈസ് നോട്ട് ആൻ ഓൾഡ് മാൻ ഇൻ ദ സ്കൈ. ആകാശത്തിലുള്ള ഒരു പ്രായം ചെന്ന ആ താടി വെച്ച മനുഷ്യനല്ല, അല്ലെങ്കിൽ നമ്മളെ മതങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഫേസ് അല്ല. ഇത് എനർജിയാണ്. ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. നമ്മുടെ നിലവിലുള്ള ഭൗതിക ശാസ്ത്രത്തിന് പോലും വിവരിക്കാൻ പറ്റാത്തതായിട്ടുള്ളതും നാളെയും നമുക്ക് വിവരിക്കാൻ പറ്റാത്തതായിട്ടുള്ളതും, എന്നാൽ നിങ്ങൾക്ക് ആ എനർജിയുടെ അംശങ്ങളെ നിങ്ങളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളതും, അവസാനം നമുക്ക് ആ എനർജിയിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള ദ പവർഫുൾ സോഴ്സ്, നമ്മുടെ എല്ലാം ജീവനാധാരമായിട്ടുള്ള, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുള്ള, ഒരുപക്ഷെ സയൻസിന്
പിടികൊടുക്കാത്തതും സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിവിടെ സയൻസിനെയും മാറ്റി നിർത്തുന്നില്ല, റിലീജിയൻസിനെ പോലെ നമ്മൾ റിജിഡ് ആകുന്നില്ല, മർക്കടമുഷ്ടി നമ്മൾ പ്രാപിക്കുന്നില്ല. നിരീശ്വരവാദിയെയും അവിശ്വാസിയെയും ഭക്തനെയും ഏതവനായാലും കർമ്മം കൃത്യമായിട്ട് നീതിപൂർവം ചെയ്യുന്നവനെ സ്വീകരിക്കുന്ന ദാറ്റ് സോഴ്സ് ഓഫ് എനർജി. ആൻഡ് വി ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ എ ഹെവൻ ടു, നമ്മൾ ഒരു ഹെവന് വേണ്ടി, ഒരു റിലീജിയസ് ഹെവന് വേണ്ടിയും കാത്തിരിക്കുന്നില്ല, മറിച്ച് ബോധമണ്ഡലത്തിന്റെ വികാസത്തിലൂടെ പരബ്രഹ്മത്തിലേക്ക് ലയിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ മരണത്തെ ഭയക്കുന്നില്ല, മരണശേഷം എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് ഭയമില്ല എന്നുള്ളതാണ്. സോ ഈ ധൈര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ആ ധൈര്യത്തിലൂടെ മുന്നോട്ട് നടക്കുക എന്നുള്ളതുമാണ് എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്സിന്റെ അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇത് സ്വായത്തമാക്കുക. ഇതുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. എൻലൈറ്റൻമെന്റിന്റെ, എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്സിന്റെ അല്പം കൂടി നമ്മൾ കരസ്ഥമാക്കി എന്നുള്ള ധൈര്യത്തോടു കൂടി, മെറ്റീരിയൽസ് കരസ്ഥമാക്കുന്നതിനേക്കാൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.